ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ജീവിതത്തിൽ എന്തുതന്നെ സംഭവിച്ചാലും ഒട്ടും കുലുങ്ങാതിരിക്കുവാൻ നമുക്ക് കഴിയണം. അത് വെറും മനുഷ്യ ശേഷി കൊണ്ട് മാത്രം സാധ്യമല്ല. ആത്മീയ ശക്തി തന്നെയാണ് ആവശ്യം. പൗലോസും ശീലാസും ഫിലിപ്പിയയിലെ ജയിലിൽ കിടന്നുകൊണ്ട് രാത്രിയിൽ പാട്ടുകൾ പാടി. അടുത്ത പ്രഭാതത്തിൽ കോടതിയവരെ വിസ്തരിച്ചു. ജയിൽവാസത്തിനോ വധശിക്ഷയ്ക്കോ വിധിക്കുമായിരുന്നു. അതെല്ലാം അറിയാമായിരുന്നെങ്കിലും പൗലോസും കൂട്ടുകാരും പാട്ടുകൾ പാടി സന്തോഷിച്ചു. ഈ ധീരത നമുക്കും ലഭിച്ചാൽ നന്നായിരുന്നു. കഠിന ഹൃദയന്മാർക്കോ ബുദ്ധിഭ്രമമുള്ളവർക്കോ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ പാടുവാൻ കഴിയൂ എന്ന് സാധാരണക്കാർ ചിന്തിച്ചേക്കാം. എന്നാൽ പൗലോസ് കഠിനഹൃദയനായിരുന്നില്ല. തനിക്ക് ബുദ്ധിഭ്രമവും ഇല്ലായിരുന്നു. പൗലോസിന് ഈ ധീരത എങ്ങനെ ലഭിച്ചു എന്ന് മനസ്സിലാക്കാമെങ്കിൽ ലോലഹൃദയരായ നമുക്കും ധീരന്മാരാകുവാൻ കഴിയും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന തടവറയുടെ കാവൽക്കാരനോട് പറയുന്ന വാചകത്തിൽ നിന്നു തന്നെ ശക്തനാക്കിയത് യേശുവാണെന്ന് സാക്ഷിക്കുന്നു. ഈ യേശുവിനെ ദമസ്കോസിൻ്റെ കവാടത്തിൽ വെച്ചാണ് പൗലോസ് നേരിട്ട് പരിചയപ്പെട്ടത്. നസ്രയത്തിൽ ജനിച്ചു വളർന്ന ജെറുസലേമിൽ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റ് തന്നോടുകൂടെ ജീവിക്കുന്നു എന്ന സത്യം പൗലോസ് മനസ്സിലാക്കി. ജീവിക്കുന്ന യേശുവിലുള്ള ആശ്രയമായിരുന്നു പൗലോസിൻ്റെ ധീരതയുടെ രഹസ്യം. പൗലോസിന് മാത്രമല്ല, മറ്റു ശിഷ്യന്മാർക്കും ഈ വിശ്വാസമായിരുന്നു ആധാരം. പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ ധീരനായി തീർന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശു നമ്മോട് കൂടെയുണ്ടെങ്കിൽ പിന്നെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ദൈവഭക്തൻ ക്രിസ്തുവിൽ ആശ്രയിച്ച് ധീരനായിരിക്കും. സങ്കീർത്തനങ്ങൾ 33:11. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.